ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 500 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി നമുക്കതൊരു നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ സോയ സോസ്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല ലൂസായിട്ട് അത് കിട്ടുക. നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. കണ്ടില്ലേ, ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന വിധത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട്, ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട, ഇതാ ഇങ്ങനെ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാവർക്കും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂറൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കോരിയെടുക്കാം. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമ്മളിവിടെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർക്കുക. ഇനി അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു സബോള ചെറുതായി അരിഞ്ഞതാണിത്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുക.
ഇനി നമുക്കൊരു 5 പച്ചമുളക് ഞാൻ ഇതിലേക്ക് കീറിയിടുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കിട്ടണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു 3 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതാണിത്. അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ആ സോസുകളുടെ എല്ലാം കുത്തനൊരു മണം വരും, അത് നമുക്ക് മാറിക്കിട്ടണം. അതിനുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെള്ളം ചേർക്കുന്നത്. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് ക്യാപ്സിക്കം, സബോള, ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി തിളക്കട്ടെ. അപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാനിതിലെ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം. നമ്മളിത് തിളച്ച് നമ്മുടെ അളവിനനുസരിച്ച് തിക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച കോളിഫ്ലവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കിത് ആക്കിയെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ഗ്രേവി ആ കോളിഫ്ലവർ നന്നായി പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. എല്ലാവരും അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ.